ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ ബി.ജെ.പി. നേതാവ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നാണ് പൊതുവെ കരുതുന്നത്. ചാനലിന്റെ ഉടമസ്ഥൻ രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും പലപ്പോഴും ചാനലിന്റെ വാർത്താ നിലപാടുകളും ചർച്ചകളും ഒക്കെ ബി.ജെ.പിക്ക് അനുകൂലമല്ലെന്ന വിമർശനവും നിരീക്ഷണവും കൂടുതൽ ശക്തവുമാണ്. ഉടമസ്ഥൻ രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംരംഭങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെയോ ഉള്ള വാർത്തകൾ പലപ്പോഴും ഇതേ ചാനലിൽ വരാറുണ്ട്. പണ്ട് നിരാമയ റിസോർട്ട് കുമരകത്ത് പുറമ്പോക്ക് ഭൂമി കയ്യേറിയെന്നും കായൽ നികത്തിയെന്നും ആരോപിച്ച് വലിയ വിവാദമുണ്ടായിരുന്നു. അത് ഈ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടാണ്. അക്കാലത്ത് മറ്റ് ചാനലുകൾക്കൊപ്പം തന്നെ ഏഷ്യാനെറ്റ് ന്യൂസും ആ വാർത്ത വളരെ വിശദമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു, ചർച്ചയാക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിൻ്റെയും ബി.ജെ.പിയുടെയും നയങ്ങളെ ഏഷ്യാനെറ്റ് ന്യൂസ് കടുത്ത ഭാഷയിൽ വിമർശിക്കാറുള്ളതിനാൽ ബി.ജെ.പിയുടെ സൈബർ അണികളും അനുഭാവികളും നിരന്തരം രാജീവ് ചന്ദ്രശേഖറിനെതിരെ രംഗത്ത് വരാറുണ്ട്. സ്വന്തം ചാനലിലെ ബി.ജെ.പി. വിരുദ്ധ വാർത്തകൾ നിയന്ത്രിക്കാൻ കഴിയാത്തയാൾ എന്ന് പരിഹസിച്ച് പല വലതുപക്ഷ പ്രൊഫൈലുകളും പലപ്പോഴും അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കാറുണ്ട്. കേരളത്തിൽ റിപ്പോർട്ടർ ടി വി, മനോരമ ന്യൂസ്, മാതൃഭൂമി ന്യൂസ് തുടങ്ങിയ ചാനലുകളുമായി കടുത്ത മത്സരത്തിലാണ് ഈ ഏഷ്യാനെറ്റ് ന്യൂസ്. രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടിയോ ബി.ജെ.പിക്ക് വേണ്ടിയോ മാത്രം വാർത്തകൾ ഒതുക്കാൻ ശ്രമിച്ചാൽ ചാനലിൻ്റെ നിഷ്പക്ഷ മുഖം നഷ്ടപ്പെടുകയും പ്രേക്ഷകർ മറ്റ് ചാനലുകളിലേക്ക് മാറുകയും ചെയ്യും. അതുതന്നെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി. അത്തരമൊരു പ്രതിസന്ധി ഉണ്ടാക്കാൻ അതിൻ്റെ ഉടമസ്ഥനായ രാജീവ് ചന്ദ്രശേഖർ ആഗ്രഹിക്കുന്നില്ല. 2006 ഒക്ടോബർ മാസത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റിൻ്റെ ഓഹരികൾ വാങ്ങുന്നത്. 2018 അദ്ദേഹം ഔദ്യോഗികമായി ബി.ജെ.പിയിൽ ചേരുകയും രാജ്യസഭാംഗമാകുകയും ചെയ്തതിനെ തുടർന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മാതൃ കമ്പനിയായ ARG ഔട്ട്ലിയർ ഏഷ്യാനെറ്റ് ന്യൂസ് അതിൻ്റെ ബോർഡിൽ നിന്നും ഔദ്യോഗിക പദവികളൊക്കെ രാജീവ് ചന്ദ്രശേഖർ രാജിവെച്ചിരുന്നു. എങ്കിലും ചാനലിൻ്റെ പ്രധാന സാമ്പത്തിക ഓഹരികളും നിയന്ത്രണവും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ കീഴിൽ തന്നെയാണ്. അദ്ദേഹം ചാനലിൻ്റെ ഡയറക്ടർ ബോർഡിൽ നിന്നും എഡിറ്റോറിയൽ തീരുമാനങ്ങളിൽ നിന്നുമൊക്കെ നിയമപരമായി പൂർണ്ണമായും വിട്ടുനിൽക്കുകയാണ്. അത് അവിടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് തങ്ങളുടെ വാർത്താ സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ കൂടുതൽ സഹായകരമാകുന്നുണ്ട്. ചുരുക്കത്തിൽ ചാനലിൻ്റെ ബിസിനസ് താല്പര്യങ്ങളും കേരളത്തിലെ പ്രേക്ഷക സ്വഭാവവും ഒക്കെ മുൻനിർത്തി ഉടമസ്ഥൻ്റെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ വാർത്തകൾ നൽകാൻ ഏഷ്യാനെറ്റ് ന്യൂസ് മടി കാണിക്കാത്തതിൻ്റെ കാരണം പ്രധാനമായും അതാണ്. ഈ അദ്ദേഹത്തിൻ്റെ നിക്ഷേപ സ്ഥാപനമായിട്ടുള്ള ജൂപ്പിറ്റർ ക്യാപിറ്റൽ വഴിയാണ് ഈ ചാനലിൻ്റെ ഭൂരിഭാഗം ഓഹരികളും അദ്ദേഹം നിയന്ത്രിക്കുന്നത്. ഈ വാർത്താ ചാനലിൻ്റെയും അതുപോലെ തന്നെ കന്നഡയിലെ സുവർണ ന്യൂസ് എന്ന് പറയുന്ന ചാനലിൻ്റെയും പ്രധാന ഉടമസ്ഥത രാജീവ് ചന്ദ്രശേഖറിനാണ്. എന്നാൽ നമ്മൾ ഈ കാണുന്ന സീരിയലുകളും സിനിമകളും ഒക്കെ കാണുന്ന പ്രധാന ഏഷ്യാനെറ്റ് വിനോദ ചാനൽ ഏഷ്യാനെറ്റ്, ഏഷ്യാനെറ്റ് പ്ലസ് എന്നിവ രാജീവ് ചന്ദ്രശേഖറിൻ്റേതല്ല. അതിൻ്റെ ഉടമസ്ഥത പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമ ശൃംഖലയായിട്ടുള്ള ഡിസ്നി സ്റ്റാർ എന്ന് പറയുന്ന ഗ്രൂപ്പിനാണ്. അത് മാത്രമല്ല, ബാംഗ്ലൂർ, ഗോവ എന്നീ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇൻഡിഗോ മ്യൂസിക് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു അന്താരാഷ്ട്ര മ്യൂസിക് സ്റ്റുഡിയോ സ്റ്റേഷനാണ്. അതിൻ്റെ ഉടമസ്ഥതയും ഈ ജൂപ്പിറ്റർ ക്യാപിറ്റലിനാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് ബ്രാൻഡിൻ്റെ കീഴിൽ മലയാളം, കന്നഡ എന്നിവയ്ക്ക് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്, ബംഗാളി തുടങ്ങിയ വിവിധ ഭാഷകളിലുള്ള ഡിജിറ്റൽ വാർത്താ പോർട്ടലുകളിലും ജൂപ്പിറ്റർ ക്യാപിറ്റലിന് നിക്ഷേപമുണ്ട്. മുൻപ് ദേശീയ മാധ്യമ പ്രവർത്തകനായിരുന്ന അർണബ് ഗോസ്വാമി ആരംഭിച്ച റിപ്പബ്ലിക് TV, ആ സ്ഥാപനത്തിൻ്റെ തുടക്കകാലത്ത് വലിയൊരു തുക നിക്ഷേപിച്ചത് രാജീവ് ചന്ദ്രശേഖറായിരുന്നു. എന്നാൽ രാഷ്ട്രീയത്തിൽ സജീവമായപ്പോൾ അദ്ദേഹം ഈ റിപ്പബ്ലിക് TVയിലെ തൻ്റെ ഓഹരികൾ പൂർണ്ണമായും വിറ്റ് ഒഴിഞ്ഞു മാറുകയും നിക്ഷേപം പിൻവലിക്കുകയൊക്കെ ചെയ്തു. ചാനലിൻ്റെ തുടക്കത്തിൽ 2017 ഏകദേശം 30 കോടി രൂപയോളം ആണ് രാജീവ് ചന്ദ്രശേഖർ ആ ചാനലിന് വേണ്ടി മുടക്കിയത്. എന്നാൽ ആ മുഴുവൻ ഓഹരികളും അർണബിന് തന്നെ വിറ്റ് ചാനലിൽ നിന്ന് പൂർണ്ണമായും അദ്ദേഹം പടിയിറങ്ങുകയായിരുന്നു. കേരളത്തിലെ ഭൂരിഭാഗം മാധ്യമ പ്രേക്ഷകരും പരമ്പരാഗതമായി ഒരു LDF അല്ലെങ്കിൽ ഒരു UDF രാഷ്ട്രീയ ചിന്താഗതിക്കാരാണ്. പൂർണ്ണമായും ഒരു പാർട്ടി ചാനലായി മാത്രം ഏഷ്യാനെറ്റ് മാറിയാൽ കേരളത്തിൽ റേറ്റിംഗിലും പ്രേക്ഷക പങ്കാളിത്തത്തിലും വലിയ ഇടിവുണ്ടാകും എന്ന് എല്ലാവർക്കും അറിയാം. ഇത് ചാനലിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും. ചാനലിലെ പ്രമുഖ വാർത്താ അവതാരകരും മാധ്യമപ്രവർത്തകരുമൊക്കെ കേരളത്തിലെ പൊതുവായ രാഷ്ട്രീയ നിലപാടുകൾ പുലർത്തുന്നവരാണ്. എന്ന് വെച്ചാൽ അവരാരും ബി.ജെ.പി. അനുഭാവമുള്ളവരല്ല എന്നർത്ഥം. ബി.ജെ.പി. ഭരണത്തിനെതിരെയുള്ള വാർത്തകളും കേന്ദ്ര നയങ്ങളുടെ വിമർശനങ്ങളും മറ്റ് ചാനലുകളെ പോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസും തുടരുക തന്നെ ചെയ്യും. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അതാണ് അവരുടെ പോളിസി. മാധ്യമരംഗത്തെ ഒരു രാഷ്ട്രീയ ആയുധം എന്നതിലുപരി ഒരു ബിസിനസ് സംരംഭമായി കാണുന്നത് കൊണ്ട് എഡിറ്റോറിയൽ കാര്യങ്ങളിൽ ഉടമസ്ഥൻ നേരിട്ട് അടിച്ചേൽപ്പിക്കലുകൾ നടത്താറില്ലെന്നാണ് ഈ ചാനലിൻ്റെ അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത്. ഒരു വശത്ത് ചാനൽ ബി.ജെ.പി. വിരുദ്ധ വാർത്തകൾ നൽകുന്നുണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് സമയങ്ങളിലും പ്രധാന ദേശീയ വിഷയങ്ങളിലുമൊക്കെ ചാനലിൻ്റെ നിലപാടുകളിൽ ബി.ജെ.പിക്ക് അനുകൂലമായൊരു മൃദു സമീപനം, സോഫ്റ്റ് കോർണർ ഉണ്ടാകാറുണ്ട് എന്ന് നമുക്കറിയാം. അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ആരോപിക്കാറുണ്ട്.
ചുരുക്കത്തിൽ കേരളത്തിലെ വിപണിയിൽ ഒന്നാമതായി തുടരാൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു മധ്യവർത്തി നയം, ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് ആണ് ഏഷ്യാനെറ്റ് പൊതുവെ സ്വീകരിക്കുന്നത്. ഒരു വാർത്താ ചാനലിൻ്റെ നയം സത്യത്തിൽ തീരുമാനിക്കുന്നത് പ്രധാനമായും എഡിറ്റോറിയൽ ബോർഡും അതിൻ്റെ തലവനായ ചീഫ് എഡിറ്ററും ഒക്കെയാണ്. ചാനൽ ഉടമയ്ക്ക് പരോക്ഷമായ ഒരു സ്വാധീനമുണ്ടെങ്കിലും ദൈനംദിന വാർത്തകളിലും നിലപാടുകളിലും ഒന്നും അദ്ദേഹം സാധാരണ ഇടപെടാറില്ല. അത് മാധ്യമ പ്രവർത്തകരുടെ ഒരു സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സംഘമാണ് അത് നിയന്ത്രിക്കുന്നത്. എല്ലാ ചാനലുകൾക്കും അതിന് കൃത്യമായ ഒരു ഘടനയുണ്ട്. അതില്ലാത്ത ചാനലുകളും മലയാളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് നമ്മൾ മറക്കുന്നില്ല. ചാനലിൻ്റെ വാർത്താ നയത്തിൻ്റെ പൂർണ്ണ ചുമതല ചീഫ് എഡിറ്റർക്കാണ്. ഒരു പ്രധാന രാഷ്ട്രീയ വിഷയത്തിൽ ചാനൽ എന്ത് നിലപാടെടുക്കണം, അല്ലെങ്കിൽ ചർച്ചകളിൽ ആരൊക്കെ പങ്കെടുക്കണം, ഏത് വാർത്തയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം എന്നിവയൊക്കെ തീരുമാനിക്കുന്നത് ചീഫ് എഡിറ്ററാണ്. പിന്നെ എഡിറ്റോറിയൽ ബോർഡുണ്ട്. എക്സിക്യൂട്ടീവ് എഡിറ്റർമാർ, ന്യൂസ് എഡിറ്റർമാർ, ചീഫ് ബ്യൂറോ ചീഫുകൾ എന്നിവരൊക്കെ അടങ്ങുന്നതാണ് ആ ബോർഡ്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കൂടുന്ന ന്യൂസ് ഡെസ്ക് മീറ്റിങ്ങിൽ ചർച്ച ചെയ്താണ് വാർത്തകളുടെ മുൻഗണനയും അവതരണ രീതിയും ഒക്കെ മിക്കവാറും ചാനലുകൾ തീരുമാനിക്കുന്നത്. എന്നാൽ ഉടമകൾ സാധാരണയായി ദൈനംദിന വാർത്തകളിലൊന്നും ഇടപെടാറില്ല. എന്നാൽ ചാനലിൻ്റെ പൊതുവായ പ്രത്യയശാസ്ത്രം എന്തായിരിക്കണം എന്നതിൽ അവർക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടാകും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒന്നിൽ ഇടതുപക്ഷ അനുഭാവം വേണമോ അല്ലെങ്കിൽ വലതുപക്ഷ അനുഭാവം വേണമോ, അത് രണ്ടുമല്ല നടുക്കൂടെ പോകണോ, അതോ ബിസിനസ് കേന്ദ്രീകൃതമായിരിക്കണമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വലിയ കോട്ടമൊന്നും വരാത്ത രീതിയിൽ ഒരു ചീഫ് എഡിറ്ററെ നിയമിക്കുക വഴിയാണ് ഉടമകൾ തങ്ങളുടെ സ്വാധീനം എല്ലാ ചാനലുകളിലും ഉറപ്പിക്കുന്നത്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്ത വാർത്തകൾ നൽകിയാൽ ചാനലിൻ്റെ റേറ്റിംഗ് ഇടിയും. അതുകൊണ്ട് പ്രേക്ഷകരുടെ പൊതുവികാരത്തിന് വിരുദ്ധമായി വാർത്തകൾ നൽകാതിരിക്കാൻ എഡിറ്റോറിയൽ ടീമും ശ്രദ്ധിക്കാറുണ്ട്. സാധാരണ ഒരു ചാനലിന് വരുമാനം നൽകുന്ന വൻകിട കമ്പനികൾക്കോ സർക്കാരുകൾക്കോ ഒക്കെ എതിരായി വാർത്തകൾ നൽകുമ്പോൾ എഡിറ്റോറിയൽ ബോർഡിന് ചിലപ്പോൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. അത് സാധാരണമാണ്. ചുരുക്കത്തിൽ ചാനൽ ഉടമ നിശ്ചയിക്കുന്ന പൊതുവായ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ചീഫ് എഡിറ്ററും മാധ്യമ പ്രവർത്തകരുമാണ് ഓരോ ദിവസത്തെയും വാർത്താ നയം പ്രായോഗികമായി തീരുമാനിക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നത് ഈ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ നിലവിൽ പരമ്പരാഗത രീതിയിലുള്ള ഒരു എഡിറ്റർ ഇൻ ചീഫ് പദവിയൊന്നുമില്ല എന്നാണ്. പകരം ചാനലിൻ്റെ ഈ വാർത്താ വിഭാഗത്തെയും എഡിറ്റോറിയൽ തീരുമാനങ്ങളെയും ഒക്കെ നയിക്കുന്നത്, ഏകീകരിച്ചുകൊണ്ട് നയിക്കുന്നത് എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടുള്ള സിന്ധു സൂര്യകുമാർ. മുൻപ് ഈ പദവിയിലുണ്ടായിരുന്നത് MG രാധാകൃഷ്ണനായിരുന്നു. അദ്ദേഹം വിരമിച്ചതിനെ തുടർന്നാണ് ചാനലിൻ്റെ പ്രധാന ഈ എഡിറ്റോറിയൽ ചുമതലയിലേക്ക് അവരെത്തിയത്. ചാനലിൻ്റെ എഡിറ്റോറിയൽ നയങ്ങൾ നിയന്ത്രിക്കുന്നതിനോടൊപ്പം തന്നെ പ്രശസ്തമായ കവർ സ്റ്റോറി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ വിശകലന പരിപാടിയുടെ അവതാരക കൂടിയാണ് അവർ. ഒപ്പം ബിനു വി ജോൺ ഉണ്ട്. ചാനലിലെ മറ്റൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകനും രാത്രികാല പ്രധാന ചർച്ചയായിട്ടുള്ള ന്യൂസ് അവർ നയിക്കുന്ന വ്യക്തികളിൽ ഒരാളുമാണ് അദ്ദേഹം. അതുപോലെ PG സുരേഷ് കുമാർ, അദ്ദേഹം നിലവിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ജനപ്രതിനിധി ആർജിച്ച രാഷ്ട്രീയ വിശകലന പരിപാടിയായിട്ടുള്ള നേർക്കുനേർ എന്ന പരിപാടിയുടെ അവതാരകൻ കൂടിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ശ്രീജൻ ബാലകൃഷ്ണന്, അദ്ദേഹം ചാനലിൻ്റെ എഡിറ്റോറിയൽ പ്രവർത്തനങ്ങളുടെയൊക്കെ ഏകോപന ചുമതല നിർവഹിക്കുന്ന ആളാണ്. കൂടാതെ ചാനലിൻ്റെ മാതൃകമ്പനിയായ ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്കിൻ്റെ ചെയർമാനായിട്ടുള്ള നീരജ് കോഹ്ലി, CEO ആയിട്ടുള്ള ഫ്രാങ്ക് തോമസ് എന്നിവരൊക്കെ അതിനോടൊപ്പം ആ ടീമിനോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. ഈ ജൂപ്പിറ്റർ ക്യാപിറ്റൽ ഏഷ്യാനെറ്റ് ന്യൂസിന് പുറമെ മറ്റ് ചില പ്രമുഖ മാധ്യമങ്ങളും ചാനലുകളും ഒക്കെ അതിലൊക്കെ പണം മുടക്കിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യയിലെ ഒരു വലിയ മാധ്യമ ശൃംഖലയായി ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്കിനെ വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിക്ഷേപങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കർണാടകയിലെ ഏറ്റവും പ്രമുഖമായ 24 മണിക്കൂർ കന്നഡ വാർത്താ ചാനലിലൊന്നാണ് ഏഷ്യാനെറ്റ് സുവർണ ന്യൂസ്. 2008 ജൂപ്പിറ്റർ ക്യാപിറ്റൽ ഈ ചാനൽ ആരംഭിക്കുന്നത്. അതുമാത്രമല്ല, കർണാടകയിൽ വലിയ പാരമ്പര്യമുള്ള ഒരു പ്രമുഖ കന്നഡ ദിനപത്രമാണ് കന്നഡപ്രഭ. 2011 ഈ പത്രത്തിൻ്റെ 51% ഓഹരികൾ ജൂപ്പിറ്റർ ക്യാപിറ്റൽ സ്വന്തമാക്കുകയായിരുന്നു. നിലവിൽ സുവർണ ന്യൂസ് ചാനലും ഈ പത്രവും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ കന്നഡപ്രഭ ദിനപത്രവും ഏഷ്യാനെറ്റ് സുവർണ ന്യൂസ് ചാനലും കർണാടകയിൽ BJPക്ക് വ്യക്തമായ പിന്തുണ നൽകുന്ന രണ്ട് മാധ്യമങ്ങളാണ്. അങ്ങനെയാണ് അതിനെ വിലയിരുത്തപ്പെടുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കൗതുകം. കേരളത്തിലെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ നയത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് ഈ രണ്ട് കന്നഡ മാധ്യമങ്ങളും അവിടെ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ BJPക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനമില്ലാത്തതിനാൽ ഏഷ്യാനെറ്റ് ന്യൂസ് പൊതു നയം സ്വീകരിക്കുമ്പോൾ കർണാടകയിൽ BJP വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ളതുകൊണ്ടും അവിടെ പ്രധാന പ്രതിപക്ഷമാണ് എന്നുള്ളതുകൊണ്ടും നേരെ തിരിച്ചുള്ള ഒരു നയമാണ് അവിടെ. ദേശീയ വിഷയങ്ങളിലും കർണാടകയിലെ പ്രാദേശിക രാഷ്ട്രീയത്തിലും BJP സർക്കാരിൻ്റെയും നേതാക്കളുടെയും നയങ്ങളെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഏഷ്യാനെറ്റ് സുവർണ ന്യൂസ് പലപ്പോഴും അവിടെ സ്വീകരിക്കാറുള്ളത്. ഒരേ ഉടമസ്ഥൻ്റെ കീഴിലുള്ളതാണെങ്കിലും കേരളത്തിലെ ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു മധ്യവർത്തി നയം സ്വീകരിക്കുമ്പോൾ കർണാടകയിലെ സുവർണ ന്യൂസും ഈ കന്നഡപ്രഭ എന്ന് പറയുന്ന പത്രവും പരസ്യമായി തന്നെ BJP അനുകൂല രാഷ്ട്രീയ മാധ്യമങ്ങളാണ്. അതവരുടെ മാധ്യമ ധർമ്മമൊന്നുമല്ല, ഒരു തരം തന്ത്രമാണ്. മാധ്യമങ്ങൾക്കിപ്പോൾ ധർമ്മം ഇല്ല, തന്ത്രമാണ് ഉള്ളത്. രാഷ്ട്രീയത്തിലും അങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ടാണ് ജനങ്ങൾ വാർത്തകളുടെ ഉള്ളറിയാൻ വേണ്ടി മറ്റു മാർഗ്ഗങ്ങൾ തേടുന്നത്.
കേരളത്തിലെ മാധ്യമ വിപണിയിൽ നിലനിൽക്കാൻ ഏഷ്യാനെറ്റ് ന്യൂസ്, മനോരമ ന്യൂസ്, മാതൃഭൂമി ന്യൂസ് തുടങ്ങിയ മുൻനിര ചാനലുകൾ ഒരു നിഷ്പക്ഷ മുഖം നിലനിർത്താൻ ശ്രമിക്കാറുണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കാറുണ്ട്. എന്നാൽ കൈരളി ടി വി അത് CPM-ൻ്റെയും, ജയ്ഹിന്ദ് TV കോൺഗ്രസിൻ്റെയും കോൺഗ്രസിനെയും ഒക്കെ നേരിട്ട് പിന്തുണയ്ക്കുന്ന പാർട്ടി ചാനലുകളാണ്. കേരളത്തിലെ മറ്റ് മുൻനിര ചാനലുകൾ ഇടതുപക്ഷ അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം പുലർത്തുമ്പോൾ ജനം TV ആണ് പൂർണ്ണമായും BJP-യെയും RSS-നെയും ഉൾപ്പെടുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ സാറ്റലൈറ്റ് ടെലിവിഷൻ ചാനലുകളുടെ പിന്തുണ അധികമില്ലെങ്കിലും യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ ലക്ഷക്കണക്കിന് പ്രേക്ഷകരുള്ള നിരവധി ഡിജിറ്റൽ മാധ്യമങ്ങൾ BJP അനുകൂല നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അവർ കേരളത്തിലെ LDF, UDF മുന്നണികൾക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിൽ ഈ ഡിജിറ്റൽ ചാനലുകളൊക്കെ വളരെ സജീവമാണ്. സാധാരണയായി ഞാൻ ഏഷ്യാനെറ്റ് ചാനലാണ് വല്ലപ്പോഴും ഒക്കെ കാണുന്നത് എന്ന് കരുതി വിനുവോ സുരേഷ് കുമാറോ കൂടെ അതുപോലെ അവരുടെ കൂടെയുള്ള സഹ പാനലിസ്റ്റുകളോ ഒക്കെ പറയുന്നത് അതുപോലെ വിഴുങ്ങാറില്ല. തമ്മിൽ ഭേദം തൊമ്മൻ എന്നതുകൊണ്ട് സമയമുണ്ടെങ്കിൽ കാണുന്നു എന്ന് മാത്രം. ഈ ഏഷ്യാനെറ്റ് ന്യൂസ് അവരുടെ നിലപാട് ഒരിക്കലും മാറ്റും എന്ന് ആരും കരുതണ്ട. കാരണം നാളെ ഈ രാജീവ് ചന്ദ്രശേഖരന് ഈ ഓഹരികൾ വിൽക്കണം എന്ന് തോന്നിയാൽ അത് ഒരു ചാനൽ എന്ന നിലയിൽ ഏറ്റവും മാർക്കറ്റ് വാല്യൂ ഉള്ള ഇത് ഇന്ന് ഏഷ്യാനെറ്റിനാണ്. അതിൻ്റെ വില കുറയാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ രാജീവ് ചന്ദ്രശേഖർ എന്ന ബിസിനസ്സുകാരനോ എന്തിനാ ഈ BJP കേന്ദ്ര നേതൃത്വമോ പോലും ആഗ്രഹിക്കുന്നതുമില്ല.